ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി പഫ്സ് ഉണ്ടാക്കിയാലോ, അതും മുട്ട പഫ്സ്. കമോൺ. ദേ അപ്പം ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുട്ട സൈഡിൽ നിന്ന് ഇങ്ങനെ ബോയിലാവുന്നുണ്ട്. ഒരു 6 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാന് ചൂടായാലും നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് റെഡിയാക്കാം. ദേ പാന് ചൂടായി. അപ്പോൾ പാനിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്യാം. ഞാനൊരു 5 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി. അതായത് നന്നായിട്ട് ഉള്ളി വേണം, എന്നാലേ നമുക്കൊരു മസാല ഉണ്ടാവുള്ളൂ പഫ്സിൽ. ഞാൻ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിന് കണക്കായിട്ട് ഒരു 5 ഉള്ളി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റണം. വഴറ്റി വന്നതിന് ശേഷമേ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുള്ളൂ. കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴഞ്ഞ് വരും. കണ്ടില്ലേ, ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാം. അപ്പം അതും എല്ലാവരുടെയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് വാടി വരണം, എന്നാലേ നമ്മൾ മസാല ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. അപ്പോൾ ഒരു നല്ലൊരു മണം വരും. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടിയുടെ കാര്യം എന്നോട് വിട്ടുപോയി. അപ്പം മഞ്ഞപ്പൊടിയും വേണം. പിന്നെ ടോട്ടൽ 4 മസാലകൾ, അതായത് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, മുളക് പൊടി. അപ്പോൾ ഈ 4ഉം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേറെ ഒന്നും വേണ്ട കേട്ടോ. എനിക്ക് ഇത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ഇത് തന്നെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് പഫ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. അതിന് ശേഷം നമുക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂൺ വെള്ളം. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. മസാല പഫ്സ് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. ഈ സമയം നമുക്ക് മുട്ടയൊക്കെ തോല് കളയാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ, ആയോന്ന് അടി പിടിച്ചു പോകരുത്. ഓക്കെ, അപ്പം മസാല സെറ്റ്. അപ്പോൾ മുട്ടയും ഇവിടെ റെഡിയാണ്. അപ്പം നമുക്കിവിടെ പഫ് പേസ്ട്രിയും വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു പഫ് പേസ്ട്രിയിൽ 6 ഷീറ്റ്സാണ് ഉള്ളത്. ഈ 6 ഷീറ്റ്സിന് നമുക്ക് ഒരെണ്ണത്തിനെ നടുവിൽ വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് 4 എണ്ണമായിട്ട് കിട്ടും. കണ്ടില്ലേ, ഓരോന്നിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഈ ഒരു ബ്ലൂ കളർ പേപ്പർ വെച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കട്ടിംഗ് ബോർഡിൽ ഇങ്ങനെ മിഡിൽ കട്ട് ചെയ്യുക 2 സൈഡിൽ നിന്നും. അപ്പം നേരെ എന്നിട്ടൊന്ന് ബെൻഡ് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പം നല്ല ഈവൻലി കട്ടായിട്ടുള്ള 4 ഷീറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഈവൻലി കട്ട് ചെയ്തിട്ടുള്ള ഈ പീസസിനെ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പഫ്സിൻ്റെ ഫില്ലിങ് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് എല്ലാത്തിലും തികയുന്ന രീതിയിൽ നന്നായിട്ട് ഫില്ല് ചെയ്യാം. എനിക്ക് കുറച്ച് മസാല വേണം, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഉള്ളി എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും മുട്ട ഇങ്ങനെ തിരിച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ മുട്ടകളും ഇങ്ങനെ 1 by 1 ആയിട്ട് ഈവൻലി അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 9 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നിൻ്റെയും കോർണർ പിടിച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്യാം. മനസ്സിലായി? ഇത് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും അത് രണ്ടും സ്റ്റിക്ക് ആയിക്കോളും. അതിനുശേഷം നമുക്ക് എഗ് വാഷ് തയ്യാറാക്കാം. ജസ്റ്റ് മുട്ട ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അതൊന്ന് ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്പം നമുക്ക് നല്ല ഒരു ഫ്ലഫി ആയിരിക്കും നമ്മുടെ പഫ്സ്. അങ്ങനെ ഒരു ബേക്കിംഗ് പേപ്പറിൽ ഞാനിത് ട്രേയിൽ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാ മുട്ടയിലും എല്ലാവരുടെയും എഗ് വാഷ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. കണ്ടില്ലേ, ഇതേപോലെ എല്ലാവരുടെയും നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് എള്ളൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചുമ്മാ കാണാനൊരു ഭംഗി. നമുക്ക് നേരെ ഗ്രില്ല് ചെയ്യാം. അപ്പം ഞാൻ ഫാൻ ഗ്രില്ലാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഫാൻ ഗ്രില്ല് ഒരു 30-35 മിനിറ്റ്സിൽ 180 ഡിഗ്രീസിൽ ഞാനിതിൻ്റെ പഫ്സ് ബേക്ക് ചെയ്യുന്നുണ്ട്. പഫ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഐ എം വെയിറ്റിംഗ്. എന്താവും അറിയില്ല, നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ പഫ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഭയങ്കര ക്രിസ്പിയാണ്. ബാക്കിൽ നല്ല സോഫ്റ്റും ആയിരുന്നു. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി സ്നാക്കാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.